ഹായ്, ഞങ്ങൾ വീണ്ടും വന്നേ. എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളൊക്കെ? ഇന്നത്തെ ഷോർട്സ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 2 കളറും കൂടി അടിപൊളിയാണ് കേട്ടോ. പക്ഷേ വീഡിയോയിൽ ഇത് രണ്ടും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അവിടെ വൈറ്റും എല്ലാ ഫ്ലവറും ഒന്നിച്ച് കാണുന്നത് ഞാനല്ലേ. എനിക്ക് വേണ്ടത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാം. അപ്പം ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളടുത്തല്ലാതെ വേറെ ആരടുത്ത് പറയാനാണ്. അപ്പോൾ ഞാൻ ഈ ചെടി ഇങ്ങോട്ടാണ് മാറ്റി വെച്ചു കേട്ടോ. എല്ലാ ചെടികളുടെയും അടുത്തേക്ക് മാറ്റി വെച്ചു. ഇത് ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അതൊരു തെങ്ങിൻ്റെ താഴെ. അപ്പോൾ ഒരുക്കാ തെങ്ങ് പണി പറ്റിച്ചതാണ് കേട്ടോ. തീയം വന്ന് തേങ്ങട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങയും ഓലയും ഒക്കെ ഇതിൻ്റെ മണ്ടേ വീണ്. അങ്ങനെ ഇതിൻ്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് ഈ ഒരു സീസണിൽ എനിക്ക് അധികം പൂക്കൾ അത് തന്നില്ല. ഈ ഒരു ബന്ദി പയ്യെ ഇങ്ങനെ വിരിയുന്നുള്ളൂ കേട്ടോ. ഇനിയുണ്ട് ഒത്തിരി മുട്ടകൾ വിരിയാനേ. എന്നിട്ട് ഞാൻ ഒന്നിച്ചൊരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. മുമ്പ് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിലൊരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ആ ഒരു മല്ലിക ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. വയനാട് ഭാഗങ്ങളിലൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ എവിടെയും കോമൺ ആയിട്ട് കണ്ടിട്ടില്ല ആ ഒരു മല്ലിക. ഈ ഒരു ജമന്തി നല്ല തിക്കായിട്ട് തന്നെ വിടർന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇനിയും വിരിയാനുണ്ട്. പക്ഷേ അതുവരേക്കും കോഴി ഇവിടെ നിൽക്കാനും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മുട്ടകളൊക്കെ കോഴി തിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കോഴി പണി പറ്റിച്ചതാണ്. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടായി, ഞാൻ കാണിച്ചേരെ. ഈ ഒരു ബാൾസം ആദ്യം ഇതിൻ്റെ ഒറിജിനൽ കളർ വീഡിയോയിൽ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ എപ്പോൾ വീഡിയോയിലെടുത്താലും അതിൻ്റെ ഒറിജിനൽ കളർ കിട്ടുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല. അല്ല, അതിപ്പോൾ എന്തിനാ ഞാൻ നോക്കേണ്ട ആവശ്യം? നമുക്ക് ചെടിയിൽ നല്ല രീതിക്ക് പൂക്കൾ നിന്നാൽ പോരെ. ഞാനത് വിട്ടു കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച് കളറല്ലേ, ഇത് നമ്മുടെ പയ്യ ചുവപ്പ് കളറുണ്ടല്ലോ, അതും തന്നെ ശരിക്കും അതിൻ്റെ ഒറിജിനൽ കളർ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നെന്ത് പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളാണ് കേട്ടോ. ഒറ്റയാൾ പെട്ടാളോ, ഒറ്റയ്ക്ക് പൊരുതി പോരാടുന്ന ആളാണെന്നാണ് തോന്നുന്നത്. ഈ ഒരെണ്ണം മാത്രമേ വിരിയുള്ളൂ, 2 എണ്ണം വിരിയുന്നൊന്നും ആ ചെടിക്ക് അറിയൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഗിവ് അവേ നടത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എനിക്ക് സബ് കൂടാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടാണ് യൂട്യൂബ് ഈ വീഡിയോസ് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുക. അപ്പോഴേ എനിക്കും തന്നെ സബ് കൂടുള്ളൂ. അപ്പോഴേ ഗിവ് അവേയും വേഗം ആയി വരുള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ വീട്ടിലധികം ഇല്ലാത്തതുകൊണ്ടേ കോഴിയും ആടും ഒക്കെ വരും കേട്ടോ ചെടീൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ കാണിച്ചതല്ല നേരത്തെ ജമന്തിയുടെ മുട്ടൊക്കെ കോഴി തിന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ആ നെറ്റ് അവിടെ വെച്ചു. ഇനി കോഴി കൊത്തുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതിന് എനിക്ക് സമയമാണ് ഇല്ലാത്തത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എനിക്ക് തിരക്കാണെന്നുള്ളത്. എന്തായാലും ഞാൻ സമയം കണ്ടെത്തും. ഇനിയിപ്പോൾ ഈദൊക്കെ വരില്ലേ, പെരുന്നാൾക്കൊക്കെ ടൈം ഉണ്ടാകും, നമുക്ക് ലീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ള് സെറ്റാക്കും. എന്നിട്ട് വേണം എനിക്ക് ഗാർഡൻ വീഡിയോ ഒന്ന് കാണിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ആ മുട്ടുണ്ടല്ലോ, ചെറിയ തയ്യിൽ കുഞ്ഞു മുട്ട്, അതൊന്നും കൂടി ഇങ്ങനെ വലുതായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തലോടി കൊടുക്കണേ. അപ്പോൾ പിന്നെ എൻ്റെ ബോൾസൊക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അന്ന് ഒരുപാട് കമ്പുകൾ കൊടുന്നപ്പോൾ എനിക്ക് മാറ്റി കുത്താൻ ചട്ടികളില്ല. അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഒരു ചട്ടിയിലാണ് കുത്തിയത്. അപ്പം ഇവരൊക്കെ ഒന്നിങ്ങനെ മാറ്റി സെപ്പറേറ്റ് ആക്കണം. എൻ്റെ ടൈമിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നല്ല കണ്ടൻറ്റുമായിട്ട് വരണം എന്ന് കരുതുന്നുണ്ട്. കൊറിയർ വഴി നമ്മൾ മാസം മാറി എത്തിയിട്ടില്ലായിരുന്നോ, അതാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല വെയിലുള്ളിടത്തേക്ക് വെക്കണം. എല്ലാ മാസം മാറിയും ഒരു സെറ്റാക്കണം കേട്ടോ. അതൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓർക്കിഡിൽ ഉറുമ്പൊക്കെ തട്ടി തപ്പിയിട്ടോ. കാരണം ഉറുമ്പിനെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എവളെ ഷൂട്ട് ചെയ്ത് കാണാൻ നാട്ടുകാർക്ക് പോയി ഇവന്നെ കാണിച്ചു കൊടുക്കുക വിചാരിച്ചിട്ടായിരിക്കും. അവിടുന്ന് തടി തപ്പിയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കുമോ? ഇല്ലല്ലോ. എനിക്ക് 108 സബ്ബായിട്ടോ.